മഷിയും കൊണ്ടുവാ. മിടുമിടുക്കി നല്ല മുല്ലപ്പൂച്ചൂടി വളക്കിലുക്കി അവൾ വെളിപ്പെണ്ണായി. കുഴലൂതാനായി കാറ്റേ പോരുമോ? മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോളും മനസ്സല്ലേ താലിപ്പൂച്ചൂടാൻ മോഹമോ? എന്റെ കുട്ടുവിനെ വേറെ ആരെയും കാണിക്കണ്ട. പണവുമായി ആശുപത്രിയിലെത്തുന്ന മനസ്സിനൊപ്പം കുട്ടിമണിയെ വിടില്ല എന്ന ഡോക്ടർ. ബഹളമുണ്ടാക്കിയ മനസ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മതികല ആശുപത്രിയിലെത്തുന്നു. അരവിന്ദിനെ കുട്ടിമണിയുടെ ഭർത്താവാണെന്ന് ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് മതികല കുട്ടിമണിയെ കൊണ്ടുപോകാനൊരുങ്ങുന്നു. സംശയം തോന്നിയ ഡോക്ടറെ മതികല ഭീഷണിപ്പെടുത്തുന്നു. വീട്ടിൽ തന്നെ വിടണ വേണ്ടെന്ന് ഡോക്ടർ തന്നെ തീരുമാനിക്കണം. കുട്ടിമണി മതികലയ്ക്കൊപ്പം പോകുന്നു. കൂടെ രാഹുലൻ. ചില പ്രത്യേക സാഹചര്യത്തിൽ മയിൽ ഇവിടെ വന്നു. മയിലിനെ കുറിച്ച് കാവടി എന്തോ ഒളിപ്പിക്കുന്നതായി രവിക്ക് സംശയം. സ്വന്തമായി ജോലി തേടിയിറങ്ങാൻ രവി തീരുമാനിക്കുന്നു. മതികരയും ജലജയും കുട്ടിമണിയുടെ ബന്ധുക്കളാണോ എന്ന് രാഹുലിന് സംശയം. ജലജ കുട്ടിമണിയെ ഉപദ്രവിക്കുന്നതായി സ്വപ്നം കാണുന്ന കുട്ടിമണി കണ്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാതെ കുട്ടിമണി മതികലയെ തിരിച്ചറിയുന്നു എന്നത് ഞെട്ടലോടെ അറിയുന്ന മനസ്സുജൻ. എന്നെ മോനെ തിരിച്ചറിയാത്തവള് മതികലെ തിരിച്ചറിഞ്ഞോ? അതെ, സായിപ്പിന്റെ മരുന്ന് ഫലിച്ചിട്ടുണ്ട് ഭായ്. കുട്ടിമണി പെങ്ങള് കുറച്ചൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ഒരു നേഴ്സ് തന്നെ പറഞ്ഞതാ. എങ്കിൽ ഭായ് ഉടനെ തന്നെ ലെസ്ലി സാഹിബിനെ പോയെന്ന് കാണണം. ആ സായിപ്പിനെ ഇപ്പൊ കാണാനില്ല. ലേഡി ഡോക്ടർ സ്ഥലത്തുണ്ടെന്നാ തോന്നുന്നു. എങ്കിൽ ആ ലേഡി ഡോക്ടറിനെ കണ്ടാലും മതി. അവസാനത്തെ ഡോസ് കൊടുത്തില്ലെങ്കിലും ചികിത്സ ഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഓ, അതൊക്കെ ചോദിക്കുക. ആദ്യം നമുക്ക് ജാമ്യം എടുക്കാനുള്ള വഴി നോക്കാം. തൽക്കാലം ജാമ്യം കിട്ടാൻ പാടാപ്പിച്ചളെ. അതെനിക്ക് നന്നായിട്ടറിയാം. കാക്കിയിട്ടവർ തല്ലിയ പോലീസുകാർ വെറുതെ ഇരിക്കുമോ? അവര് കേസ് സ്ട്രോങ് ആക്കും. പോരാത്തതിന് ഹോസ്പിറ്റലിൽ കയറി അക്രമവും കാണിച്ചതല്ലേ. സഹായിക്കാൻ പോലും ആരും സ്ഥലത്തില്ല. തമ്പി സാർ ബാംഗ്ലൂരില്ല. അയ്യപ്പൻകുട്ടി സാറിന്റെ കാര്യം പിച്ചള തന്നെയല്ലേ പറഞ്ഞത്. കുട്ടികളുടെ ചികിത്സയുടെ കാര്യം ആദ്യം അറിയിക്കും. അതിനാ ഇപ്പം മുൻഗണന. ശരി. എന്നടാ ഇതൊരു സംസാരം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാറേ, ഞാൻ അറിഞ്ഞു. ശരി ഭായ്. ആ ചെല്ല്. ആര് വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. റിമാൻഡ് ഉറപ്പാ. ഓ, കുട്ടിമണി അത്രയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു കാർത്തിക. ഞങ്ങൾ അവിടെ വന്ന സമയത്ത് കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. എനിവേ താങ്ക്സ്. പാവം കുട്ടി. മനസ്സിജൻ പറയുന്നതാ സത്യമൊന്ന് അവക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടിമണി പെങ്ങളുടെ അസുഖത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കാർത്തിക പറഞ്ഞ സ്റ്റേജിലേക്ക് കുട്ടിമണി എത്തിയെങ്കിൽ അതിനർത്ഥം ലെസ്ലി സായിപ്പിന്റെ ചികിത്സ ഫലിച്ചു എന്ന് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവൾ ഉച്ചാരണത്തിലെ പിഴവുകൾ സ്വയം തിരുത്തുന്നു എന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം സ്വന്തം കുറവുകൾ അവൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന്. ബ്രെയിനിൽ പുതിയ സെല്ലുകൾ വളർന്നു തുടങ്ങിയതിന്റെ ലക്ഷണമാ അത്. പക്ഷെ ചികിത്സ പൂർണ്ണാക്കാൻ പറ്റിയില്ലല്ലോ.
ചികിത്സ പൂർണ്ണമായില്ല എന്നുള്ളത് ശരി തന്നെ. എന്നാലും കഴിച്ച മരുന്നുകൾ ഫലമുണ്ടാക്കാതിരിക്കില്ല. നമ്മുടെ ചികിത്സയിൽ കുട്ടിമണിയുടെ ബ്രെയിനിലെ പഴയ സെല്ലുകൾ പൂർണ്ണമായി നശിച്ചു. അതിനുശേഷം പുതിയത് വന്നു കഴിഞ്ഞു. അത് വളരും തോറും അവൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തും. പക്ഷേ അത് എത്രത്തോളം എത്തുമെന്ന് എനിക്ക് പറയാനാവില്ല. എങ്കിലും ഒരു 80-85% നോർമൽ ആകുന്ന എന്റെ വിശ്വാസം. 85%? പെങ്ങളെ, ഞാനൊക്കെ ഇപ്പോഴും 50-55 നിൽക്കുന്നത്. പക്ഷെ മനസ്സിജം ബായി മോളെയും തിരിച്ചറിയാത്ത ആളാ കുട്ടിമണി. എന്നിട്ടും എങ്ങനെ മതികലയെ തിരിച്ചറിഞ്ഞത്? കാർത്തിക പറഞ്ഞത് ചില ട്രിക്കുകളും മാജിക്കുകളും ഒക്കെ കാട്ടി അവർ കുട്ടിമണിയിലെ കുട്ടിയെയും അവളിലെ പെണ്ണിനെയും ആകർഷിച്ചു എന്നാണ്. ആയിരിക്കാം. അതല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൾക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കില്ല. സെല്ലുകൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാ നിങ്ങൾ അവളെ പോയി കണ്ടത്. അതിനുശേഷം പുതിയത് വളരാൻ ആരംഭിച്ചു. ആ പുതിയ സെല്ലുകളിൽ ഒരിക്കലും പഴയ ഓർമ്മകൾ ഉണ്ടാവില്ല എന്ന് കരുതി എല്ലാവരെയും കുട്ടിമണി മറന്നുപോകുമെന്ന് കരുതണ്ട. പഴയ സെല്ലുകളും കുറേയൊക്കെ ബ്രെയിനിൽ ഉണ്ടാവും. ഈ പഴയ സെല്ലുകൾ വീണ്ടും വർക്ക് ചെയ്തു തുടങ്ങാനുള്ള ഒരു താമസം, അതായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. എന്തെങ്കിലും തീർത്ത് പറയണമെങ്കിൽ കുട്ടിമണിയെ നേരിട്ട് കണ്ടേ പറ്റൂ. കുട്ടിമണി പെങ്ങളെ നേരിട്ട് കാണണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പുതിയ ബന്ധുക്കളെ ഏറ്റെടുത്തിരിക്കല്ലേ. കാര്യങ്ങൾ ഇത്ര ഗുരുതരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ രാവിലെ എന്നെ വിളിച്ച് പണം ചോദിച്ചപ്പോഴും കാര്യമൊന്നും മനസ്സിൽ പറഞ്ഞില്ല. അന്നേരത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടായിരുന്നല്ലോ. ബായി ഞാനും ഒരുപാട് അലഞ്ഞു. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. അങ്ങനെ കരുതണ്ട. ഹോസ്പിറ്റലിൽ മനസ്സിജന്റെ കയ്യിലുണ്ടായിരുന്ന പണമില്ലേ, അവരുടെ നാശനഷ്ടങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ അത് ഉപകരിക്കില്ലേ? അത് നേരാണല്ലോ. പിന്നെ താങ്കളുടെ കയ്യിലെ പണം കൊണ്ട് ഒരു നല്ല വക്കീലിനെ വെച്ചൂടെ? ഓ, അതും നേരാ. ഡോക്ടറെ, ഇപ്പോഴാ ഞാനൊന്ന് ഉഷാറായത്. എന്തെങ്കിലും നടക്കുമെന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. അപ്പൊ ശരി ഡോക്ടറെ. കുട്ടിമണി കഴിക്കും. വേണ്ട വേണ്ട നല്ല കുട്ടിമണിയല്ലേ? വേണ്ട, എനിക്ക് വേണ്ട രാഹുല. കഴിക്കൊരൽപ്പം ഈ ഒരു പീസ് കൂടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുട്ടിമണി? ഇത് മുഴുവൻ കഴിച്ചേ പറ്റൂ. വാതോർക്ക്. വേണ്ട 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 വേണ്ട. കുട്ടിമണി, കഴിച്ചില്ലെങ്കിൽ ഞാൻ കരയുവേ. എന്നാലും ഞാൻ കഴിച്ചത്തില്ല. രാഹുല, കരയണ്ട. തന്നെ ഞാൻ കഴിച്ചോളാം. കഴിക്കാം. അങ്ങനെ മിടിക്ക്. ഇങ്ങനെ തന്നെയായിരുന്നു മനസ്സിജനും കുട്ടിമണിയെ കൊണ്ട് നടന്നിരുന്നത്. ശീലാവതി, താഴെ നിങ്ങൾക്ക് 100 കൂട്ടം ജോലിയില്ലേ? അത് ചെയ്യാതെ ഇവിടെ വന്ന് പരദൂഷണം പറഞ്ഞോണ്ട് നിൽക്കുവാണോ? ജോലിയെല്ലാം തീർത്തിട്ടല്ലേ ഞാൻ കിടക്കാറുള്ളത്. പിന്നെന്താ മോളെ, എന്നോട് തർക്കുത്തരം പറയാതെ താഴോട്ട് പോയാ നിങ്ങള്. ഇഷ്ടമില്ലാത്ത ചെയ്താലേ അരി കിട്ടും. ശീലാവതി പൊക്കോ. ശരി മോളെ. ഇഷ്ടമില്ലാത്തത് ചെയ്താ അടി കിട്ടുമെന്ന് കുട്ടിമണിയോട് ആരാ പറഞ്ഞത്? ഈ രാഹുലനാ. ഓ, രാഹുലം മിടുക്കനല്ലേ? മിടുക്കനാ. ആഹാരം കഴിച്ചോ കുട്ടിമണി? നീയും ശരീരമൊക്കെ നോക്കണം കേട്ടോ രാഹുല. പിന്നെ അതൊക്കെ ഞാൻ നല്ലോണം നോക്കുന്നുണ്ട്. പൊക്കക്കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല മസില, അതേ കണ്ടില്ലേ? മസിലൊക്കെ പെരുപ്പിച്ചു വെച്ചോ, ചിലപ്പോ ആവശ്യം വരും. എന്താവശ്യം? ഒക്കെ വഴിയെ പറയാം. ഗുണ്ടാപ്പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. നല്ല ഒന്നൊന്നര കുടുംബത്തിൽ പറഞ്ഞവനാ ഞാൻ. പണ്ടാനൊക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ചങ്ങല മാത്രമേ ഉള്ളൂ. ഗുണ്ടാപ്പണിക്കൊന്നും അല്ല രാഹുല. പക്ഷെ ജീവിതത്തിൽ ഒരു വില്ലൻ കടന്നു വന്നാലോ ഇടിച്ച് പഞ്ചറാക്കില്ലേ? ആക്കുവന്നോ? അവനെ വലിച്ചു കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. ഓ,
എന്നാ ശരി, ഊട്ട് നടക്കട്ടെ നടക്കട്ടെ. അല്ല രാഹുല, ഊട്ടം അതെന്നാ സാധനം? അതായത് ആ. ഇങ്ങനെ ദോശ എടുത്ത് ഒരല്പം കറിയിൽ മുക്കി കുട്ടിമണി ഇങ്ങനെ കഴിക്കുന്നില്ലേ, അതിനെയാണ് ഊട്ടെന്ന് പറയുന്നത്. അതെ. എന്നാലും ഇനി ഊട്ടിക്കോ ഊട്ടിക്കോ, ഈ എല്ലാം കൂട്ടിയാണ് ഊട്ടിക്കോ. ആട്ടാ ആ ആ ആ ആ. നിന്നെ കാണാൻ സഞ്ജു വന്നിട്ടുണ്ട്. ഓ, അമ്മയ്ക്കൊരു കാഴ്ച കാണണോ? കുട്ടിമണിയുടെ മുറിയിലോട്ട് പോയി നോക്കിയാൽ മതി. എന്താ മോളെ? നിഷ്കളങ്കരായ രണ്ട് സുഹൃത്തുക്കളുടെ പരിശുദ്ധമായ സൗഹൃദത്തിന്റെ കഥയാ അത്. പക്ഷേ നമ്മളൊന്ന് പരിശ്രമിച്ച അതൊരു മനോഹരമായ പ്രണയകഥയാക്കി മാറ്റാൻ പറ്റും. ഒന്ന് തെളിച്ചു പറവണ്ണേ. തൽക്കാലം അമ്മ ആ കാഴ്ച പോയെന്ന് കണ്ട് മനസ്സ് സൂക്ഷിക്കുക. പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അമ്മ കുട്ടിമണിയുടെ മുറിയുടെ വാതിക്കലേക്ക് ചെല്ല്. ഞാൻ സഞ്ജുനെ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. സഞ്ജു, പോയ കാര്യം എന്തായി? ശിവയുടെ വിവരം വല്ലതും ഉണ്ടോ? ഇല്ല മതി. എന്നാലും ബാസ്റ്റൻ സാറ് അവന്റെ കോൾ ലിസ്റ്റ് എടുത്തായിരുന്നു. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് ആ മനസ്സിനും കുട്ടിമണിയും പുറത്തിരുന്ന കാട്ടിനടുത്ത് വെച്ചാ. അതായത് അവസാനമായി അവൻ എന്നെ വിളിച്ച അതേ സ്ഥലത്ത് അതേ സമയത്ത്. വിളിച്ചപ്പോ ശിവ എന്താ പറഞ്ഞത്? അത് കാട്ടിനകത്ത് വെച്ച് വഴിതെറ്റി പോയെന്നാ. അല്ല, ഇനിയിപ്പോ വല്ല നരിയോ പുലിയോ മറ്റോ തീർത്ത് കാണോ? അല്ല, മതി എന്താ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നിന്റെ വിവരക്കേട് കേട്ട് ചിരിച്ചതാ. എടാ, ഇങ്ങനെ നടക്കുന്നവനെയൊക്കെ തൊടാൻ ഒരു നരിക്കും പുലിക്കും ഒന്നും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ചില മനുഷ്യരെ സൂക്ഷിക്കണം. വാളെടുത്ത് നടക്കുന്നവനാ ശിവ. അവന്റെ അവസാനവും ഒരു പിച്ചാത്തിപ്പിടിയിൽ തന്നെയായിരിക്കും. എന്ന് കരുതി ഇപ്പൊ അവനെ ആരെങ്കിലും തീർത്തു കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സഞ്ജു. അവൻ എവിടെയോ ഉണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഏതോ ഒരു അവസ്ഥയില്. അതാ എന്റെ ടെൻഷൻ. അല്ല അയ്യപ്പൻകുട്ടി, എൻ്റെ ഒരു സിം കാർഡിന്റെ കോൾ ലിസ്റ്റ് എടുത്തെന്ന് ബാസ്റ്റൻ സാർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാനത് യൂസും ചെയ്തിട്ടില്ല. എങ്കിൽ സംശയിക്കണ്ട, ശിവ അയ്യപ്പൻകുട്ടിയുടെ കസ്റ്റഡി തന്നെ കാണും. ഇല്ല മതി, ഞാനതൊക്കെ അന്വേഷിച്ചതാ. അയാളുടെ തന്നെയല്ല ഒരു സ്റ്റേഷനിലും ശിവയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പൊട്ടത്തരം പറയാതെ സഞ്ജു. അയ്യപ്പൻകുട്ടിയുടെ കസ്റ്റഡിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോലീസ് സ്റ്റേഷന്റെ കാര്യമല്ല. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ എന്ന് കേൾക്കുമ്പോ എല്ലാവരും ശബരിമലയെ കുറിച്ച് ചിന്തിക്കൂ. പക്ഷേ സന്നിധാനത്തില് മാത്രം അല്ലല്ലോ അയ്യപ്പനുള്ളത്. അയ്യപ്പസ്വാമിക്ക് സ്വന്തമായി ഈ നാട്ടില് 100 കണക്കിന് അമ്പലങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഈ അയ്യപ്പൻകുട്ടിക്കും ഉണ്ടാവും സ്വന്തമായിട്ട് ചില അൺഒഫീഷ്യൽ ലോക്കപ്പുകൾ. അത്തരം ഹൈഡൌട്ടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവും ശിവ ഇപ്പോ. സഞ്ജു, നീ അയ്യപ്പൻകുട്ടിയുടെ പുറകെ വിട്ടോ, ശിവയെ നമുക്ക് തിരിച്ചു കിട്ടും. അത് നന്നായി. എന്നെ സ്കെച്ച് ചെയ്യാൻ നടക്കുന്ന ആളെ ഞാൻ സ്കെച്ച് ചെയ്യാനോ? അങ്ങനെയാടാ വേണ്ടത്. വേട്ടക്കാരൻ ഇരയെ തേടി തോക്കുമായി നായാട്ടിനിറങ്ങുമ്പോ തൊട്ടു പിന്നി തന്നെ ഉണ്ടാവണം ഇര, വേട്ടക്കാരനെ വേട്ടയാടാനായിട്ട്. സഞ്ജു, ശിവയെ എനിക്ക് വേണം. അവനെ കാണാതായിട്ട് ഇത്രയും ദിവസമായിട്ടും നീ എന്നും ഒരു ചെറുവിരല് പോലും അനക്കില്ലെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ദേഹം മുഴുവൻ പെരുത്ത് കയറുവോ. എന്തിനു കൊള്ളാടാ നിന്നെയൊക്കെ കൊണ്ടേ? എന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ഈ ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ നീ കാണിക്ക്, എന്നിട്ട് നീ എന്നെ വിളിച്ചാ മതി കേട്ടോ. ശിവ ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഇനി ഞാൻ മതിയുടെ മുന്നിലെത്തുന്നത് അവനൊപ്പമായിരിക്കും. കൊള്ളാം, ഈ സ്പിരിറ്റ് എന്നും ഉണ്ടായാ മതി. മോൻ ചെല്ല്. മോളെ,
നീ അവനെ ഓടിച്ചു വിട്ടുവല്ലേ? ഈ വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയപ്പോ എനിക്കൊരു തുണയായിട്ട് അവനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓടിച്ചു വിട്ടൊന്നും അല്ലമ്മേ അവന്. എന്റെ വായിലിരിക്കുന്നത് കൂടുതൽ കേൾക്കണ്ടെന്ന് കരുതി അവൻ അങ്ങ് ഓടിയത്. ആണുങ്ങളെ ഇങ്ങനെ ഓടിക്കുന്നത് ഒരു ഹരമല്ലേ? അല്ല, പിന്നെ നാളെ ഞാൻ എന്തോ ഡ്രാമ കളിക്കണമെന്ന് നീ പറഞ്ഞില്ലേ? എന്താ അത്? പറയാം. നാളെ മിസ്സസ് ജലജകുമാരി വയലൂരം വീട് വരെ ഒന്ന് പോണം. ഓ, ആ നാശം പിടിച്ച വീട്ടിൽ ഞാൻ ഇനി കാലുകുത്തില്ല. അങ്ങനെ പറയാതെ എന്റെ അമ്മേ. എന്റെ പ്ലാൻ എന്താണെന്ന് കേട്ടാ ഈ രാത്രി തന്നെ പോയേക്കാന്ന് അമ്മ തീരുമാനിക്കും. പെർഫോമൻസിന് ഒരുപാട് സ്കോപ്പുള്ള റോളാ ഈ മതികളയുടെ അമ്മയ്ക്ക്. മക്കളെ, ഏതോ കൂട്ടുകാരനെ കണ്ട് ചോദിച്ചിട്ട് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യവും. പരിശ്രമിക്കണം. അതിനാ ദൈവം ആരോഗ്യം തന്നിരിക്കുന്നത്. ആ ജോലി കിട്ടാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പച്ചമ്മേ. ആശുപത്രിവാസം കാരണം ജോലി തിരയാൻ സമയം കിട്ടുന്നില്ലല്ലോ, അതാ പ്രശ്നം. മോനെ രവി, ഒന്നിങ്ങ് വന്നേ. ദേ, അപ്പച്ചിയപ്പം വിളിക്കുന്നു, നീ വാ. ഇതാ നീ ചോദിച്ച മിനിയാത്ത വസ്ത്രം. ഇതിൽ വല്ല ഒഴിവുണ്ടോ നോക്ക്. ബാലന് കുറച്ചുകൂടെ ഭേദമായ പിന്നെ നിങ്ങൾ കൂട്ടിരുന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാനും അങ്ങ് വരാം. അപ്പൊ യവന് ജോലി അന്വേഷിക്കുകയോ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യാലോ. അത് നേരാ. ആ, നീ ഇത്തിരി സംഭാരം എടുക്ക്. വല്ലാത്തതാ. അയ്യോ, ചോറിന് കൂട്ടാനുള്ള മോരെ ഇരിപ്പുള്ളു. നിങ്ങൾ സംഭാരം കുടിക്കണ്ട, ഞാൻ കഞ്ഞോളം തരാം. അതെങ്കിലും അത്. പത്രം തുറന്നാ കാണുന്ന വേക്കൻസി മുഴുവൻ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെയാ. അലഞ്ഞു നടന്ന സാധനങ്ങൾ വിൽക്കുന്ന ജോലി എനിക്ക് ഇണങ്ങൊന്നും തോന്നുന്നില്ല അപ്പച്ചപ്പ. ആ ജോലി എനിക്ക് കിട്ടൂടാ. അലഞ്ഞു നടക്കുന്നത് എനിക്ക് പണ്ടേ ശീല. വിൽക്കാനുള്ളത് കയ്യിൽ ചുമക്കണമെന്നല്ലേ ഉള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് പരീക്ഷിക്കാം. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നത്? വയലൂരും വീട്ടിൽ ആരെങ്കിലും ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ കരുതിയാലും തെറ്റൊന്നുമില്ല. ഏറെക്കാലം ഹോസ്പിറ്റലായിരുന്നല്ലോ ഞാൻ. തിരിച്ചെത്തുമ്പോ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണ്ടേ? പ്രത്യേകിച്ച് എന്റെ മരുമകൻ. ഞാനും എന്റെ മോളും അനുഭവിക്കേണ്ട സ്വത്തിന്റെ പുതിയ കൈവശ അവകാശക്കാരനെ ഞാനൊന്ന് കാണട്ടെ. ശരിക്കും കണ്ടോ? എവനാണവൻ? ഓ, അപ്പച്ചിയമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? മറന്നു. ബോബനും മോളിയും കാർട്ടൂണിലെ പട്ടിയെ പോലെ വയലോരം വീട്ടിലെ എല്ലാ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പച്ചിയമ്മ. ദേ, നിങ്ങൾക്കെടുത്ത കഞ്ഞോളമാണിത്. പക്ഷെ ഞാനിതങ്ങ് കുടിക്കുക. ഇവരോട് 4 വർത്താനം പറയണമെങ്കിൽ കുറച്ചുകൂടെ ഉശിരി വേണം. കുടിച്ചോ കുടിച്ചോ. ഈ പോരിൽ ഞാൻ വെറും കാഴ്ചക്കാരനാണ്. കൂടുതൽ വഴക്കുണ്ടാക്കാനും യുദ്ധം ചെയ്യാനും ഒന്നും അല്ല ഞാൻ വന്നത്. ചിലതൊക്കെ പറഞ്ഞിട്ട് പോകാനാ. എന്താ? മതികളെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവൾ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. വന്നാലും എന്റെ വീട്ടിൽ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല ഞാൻ. എന്തുകൊണ്ട്? ഞാൻ മനോരോഗത്തിന് ചികിത്സ കഴിഞ്ഞിരിക്കുന്നവളായതുകൊണ്ട്. വലിയ ടെൻഷനും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ സമാധാനത്തിൽ ജീവിച്ചു പോകാനാ ഡോക്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ
പക്ഷെ മതികല തിരിച്ചെത്തിയാൽ എന്റെ ഉള്ള സ്വസ്ഥതയും സമാധാനം കൂടി ഇല്ലാതാകും. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ എന്റെ മകളിപ്പോ ഒരു ക്രിമിനലാ, കുറെ ദിവസം ജയിലിൽ കിടന്നവൾ. അങ്ങനെ ഒരുത്തി എന്നോടൊപ്പം ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊക്കെ പറയേണ്ടതേ വയലോരം വീട്ടിന്റെ മുറ്റത്ത് വന്നതെന്നല്ല, നിങ്ങളുടെ മോള് വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി പറയണം. അടിച്ചിറക്കണോ അവളെ? അടിച്ചിറക്കും, അതുതന്നെ എന്റെയും പ്ലാൻ. എന്നാലും അവളെ ഞാൻ പെറ്റതല്ലേ, അവളുടെ സുരക്ഷിതത്വം എനിക്ക് ഉറപ്പാക്കണം. ഇത് നല്ല കൂത്ത്. മോളെ ലാളിച്ച് പുന്നാരിച്ച് വഷളാക്കിയത് നിങ്ങൾ തന്നെ. എന്നിട്ടിപ്പൊ അടിച്ചിറക്കണമെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അതിന്റെ കൂടെ സുരക്ഷയും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനാ? സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണെങ്കിലും അത് നൽകേണ്ടത് നിങ്ങളാ, ഈ വയലോരം വീട്ടുകാര്. അല്ലേ ഇത് നല്ല കൂത്ത്. ഞങ്ങളുടെ ശാരദയെ കൊന്നവർക്ക് ഞങ്ങൾ പട്ടുമളയെ കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത് ഇവിടേക്കാ. അന്ന് അവൾ ആരെയും കൊല്ലാൻ കൂട്ടുനിന്നില്ലായിരുന്നു. നിഷ്കളങ്കയായ എന്റെ കുട്ടി വഷളായത് ഇവിടെ വെച്ചാ. ആ കണക്കിന് നോക്കിയാ അവളുടെ ദുരന്തത്തിന് ഉത്തരവാദി നിങ്ങളാ. അത് കൊള്ളാം. പാൽപായസത്തിൽ വിഷം കലർത്തിയിട്ട് അത് പകർന്നു വെച്ച ഗ്ലാസിനെ കുറ്റം പറയുന്നത് പോലുണ്ടത്. മതി, കൂടുതൽ തർക്കിക്കാനും വാദിക്കാനും ഞാനില്ല. മതികല എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അത് പറയാനാ ഞാൻ വന്നത്. അവൾ ഈ ഗേറ്റ് കിടന്നാൽ അവളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഓടിച്ചോ, കയ്യോ കാലോ എന്താന്ന് വെച്ചാ തല്ലി ഓടിച്ചോ, അല്ലെങ്കിൽ അങ്ങ് കൊന്നോ, ഒരു വിരോധവും ഇല്ല. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. ഇവരുടെ വട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചു മുമ്പ് പറഞ്ഞ് മോക്ക് സുരക്ഷ വേണോന്ന്, ഇപ്പൊ പറഞ്ഞത് കേട്ടോ നമ്മൾ അവളെ കൊന്നോളാൻ. അതെ, കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും പാരമ്പര്യമൊന്നും വയലോരം വീട്ടുകാർക്കില്ല. അതൊക്കെ അങ്ങ് മാണിക്യമംഗലത്താ. ഓ, എന്റെ തല പെരുക്കുന്നു. ഇവിടെ വെച്ച് പിന്നെ ഇളവോ? ജലജ, മാണിക്യമംഗലത്ത് പോയി വിശ്രമിക്കും. എന്തായാലും മതികല ഇതുവരെ വന്നില്ലല്ലോ. ഇല്ല, പക്ഷെ വന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു. അയ്യോ, അപ്പൊ തന്നെ ഞാൻ അവളെ അങ്ങോട്ട് തിരിച്ചു വിടും. ഒന്നും മിണ്ടാതിരിച്ചു, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോകുന്നു. ഇവര് മതികലയെ തള്ളി പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവരുടെ അടവായിരിക്കും. ആ ഭദ്രകാളിയെ പിന്നെ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള അടവ്. എന്തിനേതിനും ദോഷം കാണണം സുഭദ്രേ. മനോനില തെറ്റിയതിന്റെ ചികിത്സ കഴിഞ്ഞതല്ലേ, സ്വഭാവത്തിലും വ്യത്യാസം വന്നു കാണും. പക്ഷെ അപ്പച്ചപ്പ, അവരുടെ വർത്തമാനത്തിലെ പെരുമാറ്റത്തിലൊക്കെ ആ പഴയ ധാർഷ്ട്യം ഇപ്പോഴും ഉണ്ട്. സ്വഭാവം മുഴുവനും മാറിയെന്നല്ലടാ ഞാൻ പറഞ്ഞത്. വലിയ വലിയ കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ട്. അതാ മതികലയെ അകറ്റണമെന്ന് ഇപ്പൊ തോന്നുന്നത്. ഇങ്ങനെ എപ്പോഴും മുകളിലത്തെ നിലയിൽ തന്നെ ഇരുന്ന എങ്ങനെയാ ശരിയാവുക? നമുക്ക് കുറച്ചു നേരം വീട്ടുമുറ്റത്ത് പോയിരിക്കാം. കുട്ടിമണിക്ക് അതൊക്കെ വലിയ ഇഷ്ടമല്ലേ? ആ രാക്ഷസി ഇവിടെ ഉണ്ടോ? രാക്ഷസിയോ? അതാരാ? ഇവിടുത്തെ അമ്മച്ചിയെ കുട്ടിമണിക്ക് ഭയങ്കര പേടിയാ. അന്ന് സ്വപ്നം കണ്ടു പറഞ്ഞില്ലേ? സ്വപ്നത്തിലെ അമ്മച്ചി കുട്ടിമണി ഒരുപാട് പേടിപ്പിച്ചു. കുട്ടിമണി അവര് ചെലന്തിയുള്ള ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടെന്നോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാ സ്വപ്നം കണ്ടത്. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. കുട്ടിമണിയിൽ പഴയ ഓർമ്മകൾ തലപൊക്കി തുടങ്ങി. മോനെ രാഹുല, ഇവളീ പറഞ്ഞതൊന്നും സ്വപ്നമല്ല, ഒക്കെ ഇവിടെ നടന്നിട്ടുള്ളതാ. നടന്നിട്ടുള്ളതോ? അതെ, കഥകൾ ഒത്തിരി ഉണ്ട് പറയാൻ. കേട്ടാൽ നീ ഞെട്ടും. എന്നാ ചേച്ചി പറ. നമുക്കേ പുറത്തേക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ പതുങ്ങി പതുങ്ങി നമ്മൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ ആ കുട്ടി രാക്ഷസി പുറകെ വരും. ശീലാവതി, എന്തോ? ഇവരെന്തിനാ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയെടുത്തത്? അല്ല, പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളാൻ.
കാറ്റ് കൊള്ളാൻ എല്ലാ മുറിയിലും ഫാൻ വെച്ചിട്ടുണ്ട്. കുട്ടിമണിക്ക് സുഖമില്ലാത്തതാ. പിന്നെന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. അതിന് കുട്ടിമണിക്ക് ഫിസിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരോഗ്യമുണ്ട്. എന്തായാലും കുട്ടിമണിയെ പുറത്തിറക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞൂടെ? അത് എന്റെ നാത്തൂനാ കുട്ടിമണി. വീടിന് ചുറ്റും അസൂയക്കാരാ. ഒരു ചെറുപ്പക്കാരനും കുട്ടിമണിയും കൂടി ഇവിടെ നിൽക്കുന്നത് കണ്ട അവര് 100 കഥകൾ മെനയും. അതെങ്ങാനും ഇവളുടെ ഹസ്ബൻഡിന്റെ ചെവിയിലെത്തിയ അവരുടെ ദാമ്പത്യം തന്നെ തകർന്നു പോകും. ഓ, ഇവിടെ ഒരിടത്തും അസൂയക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനായിട്ട് എന്തായാലും കുട്ടിമണിയുടെ ജീവിതം നശിപ്പിക്കുന്നില്ല. വാ കുട്ടിമണി, നമുക്ക് മുകളിലേക്ക് പോവാം. വാ. ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇനി അവരുടെ മുമ്പിൽ സംസാരിച്ച കൊന്നു കളഞ്ഞ്. എന്നെ അറിയാലോ, കൊന്നിട്ടുള്ളവളാ ഞാൻ. അതിന്റെ പേരിൽ റിമാൻഡിൽ ജയിലിൽ കിടന്നിട്ടുള്ളവളോ. ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും എനിക്ക് പരമാവധി കിട്ടാൻ പോകുന്നത് ഒരു കൊലമരമാ. ഒരൊറ്റ കൊലമരം. കേറി പോവാത്. ആഹാ, എങ്ങനെ ഉണ്ടായിരുന്നു വയലൂർ വീട്ടിലെ സന്ദർശനം? നീ പറഞ്ഞതുപോലെ അഭിനയിച്ച് തകർത്തു. നീയും ഞാനും തമ്മിൽ ഭയങ്കര ഉടക്കാണെന്ന് വരുത്തി തീർത്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നിന്നോട് ഭയങ്കര ദേഷ്യമാ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവരുടെ പ്രിയപ്പെട്ട ശാരദാമ്മയെ കൊന്നവളല്ലേ ഞാൻ. അവര് ദേഷ്യപ്പെടട്ടെ, എന്നെ ആട്ടി പുറത്താക്കട്ടെ. പ്രതിസന്ധികളെ തകർത്ത് തരിപ്പണമാക്കി നായകന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നവളല്ലേ യഥാർത്ഥ വില്ലത്തി. പക്ഷേ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? യുദ്ധം ചെയ്യലൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നടത്തിയാ പോരെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മേ, ഈ 2ാം ജന്മത്തിൽ ചോരക്കളിക്ക് എനിക്ക് താല്പര്യമില്ല. തീരെ വയലൻസ് ഇല്ലാത്ത ശാന്തമായൊരു യുദ്ധം. അതിലെന്റെ ആയുധങ്ങൾ സ്നേഹവും കരുണയും ഒക്കെയാ. നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിമണിയെ കൊല്ലാനാ നീ ശിവയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്. അബദ്ധത്തിൽ ചത്തത് ആ തള്ളയായിപ്പോയി. എന്നിട്ടും ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ നീ എന്തിനാ കുട്ടിമണിയെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത്? ഒറ്റയടിക്ക് അങ്ങ് തട്ടിയാ പോരെ? കൊല്ലുന്നതിനേക്കാൾ നല്ലതാമേ അവളെ കൂടെ നിർത്തി അവർക്കെതിരെ ഉപയോഗിക്കുന്നത്. കുട്ടിമണിയെ ഞാൻ പൊന്നുമണിയാക്കും. ഇവള് വയലോരം വീട്ടിലെ രാജകുമാരിയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. ആ രാജകുമാരിയെ കൊണ്ട് തന്നെ ഞാൻ വയലോരം വീടിന്റെ ആണിക്കല്ല് ഇളക്കും. അതിന്റെ ഒരു തുടക്കമാ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിശേഷം കൂടി അവിടെയുണ്ട്. കുഞ്ഞുമണിയെ മനസ്സിജൻ സീതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവളിപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്, ഉത്തമ ഭാര്യയായിട്ടും മരുമകളായിട്ടും. ഇന്ന് ഞാൻ ചെന്നപ്പോ ബാലന് കൂട്ടിരിക്കാൻ പോയിരിക്കായിരുന്നു. ഓഹോ, കാനനവാസം കഴിഞ്ഞതോടെ അവള് രാമായണത്തിലെ സീതയെ പോലെ അഗ്നിശുദ്ധി തെളിയിച്ച് പുണ്യവതിയായോ? ആശുപത്രിന്ന് ശ്രീരാമൻ തിരിച്ചെത്തിയ പട്ടാഭിഷേകം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാവും. പാവം, പാലൂട്ടി വളർത്തുന്ന കൊച്ച് കുട്ടിമണിയുടേതാണെന്നും അവൾ എനിക്കുള്ളതാണെന്നും സീത അറിയുന്നില്ലല്ലോ. ആ കൊച്ചിനെയാ നമുക്ക് വേണ്ടത്, നമ്മൾ അനുഭവിക്കേണ്ടതിന്റെ പുതിയ അവകാശി. കുട്ടിമണി എന്റെ കയ്യിലാവട്ടെ അമ്മ. അവളെ കൊണ്ട് തന്നെ കുഞ്ഞിനെ ഞാൻ ഇവിടെ എത്തിക്കും. പിന്നെ ആ രവി, എല്ലാവരെയും ഒരുമിച്ച് കയ്യിലെടുക്കാൻ ഞാൻ പിന്നെയും വയലൂരും വീട്ടിൽ അവതരിച്ചേ പറ്റൂ. അതിന് പറ്റിയൊരു കളം ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ரொம்ப தங்கமான கைகளா உங்களது. நான் காசுக்காக சொல்லல, உங்களோட கை ரொம்ப புனிதமானது. நிறைய വെച്ച് വിളമ്പ യോഗമുള്ളത്. ഓ, എന്റെ യോഗവും കാലവും ഒക്കെ കഴിഞ്ഞു കാക്കാത്തി. നീ ഈ വീടിന്റെ കാര്യം പറ.
அம்மா கடவுளை நினைச்சு இதுல இருந்து ஒரு சீட் எடுங்கோ. அம்மா பாருமா, பகவதி தான். அம்மா, உங்களுக்கு நல்ல காலம் வரப்போகுது. இந்த വീട്ടുക്ക് ഒരു കുറവും ഇല്ല. എല്ലാം ശരിയായി വന്നിരും. എന്റെ പരുത്തിക്കാവിൽ അമ്മേ അങ്ങനെ വരൂ. ഞാൻ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്തതിന് ഫലം ഉണ്ടായല്ലോ. അമ്മ, ഭക്തിയും വിശപ്പും சேர்ந்தா അത് ഉപവാസം. ആഹാരത്തിലെ ഭക്തി சேர்ந்தா അത് പ്രസാദം. വെള്ളവും ഭക്തിയും சேர்ந்தா തീർത്ഥം. നമ്മളോட പ്രവൃത്തിയിലെ ഭക്തി சேர்ந்தா അത് സേവനം. மனுஷன்ல பக்தி சேர்ந்தா அவன் புண்ணிய புருஷனாயிடும். அம்மாவோட கை அந்த மாதிரி புண்ணியம் செய்த கை. எந்த காலத்திலும் ஆயுசுக்கு ஒரு കുറവും വരാது. എന്റെ ആയുസിന് എന്ത് വില? പോയവരെല്ലാരും തിരിച്ചു വരുമോ? നീ അത് പറ. എന്റെ കൈ വെച്ചു വിളമ്പാൻ യോഗം ഉള്ളതെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളവും കാലം എല്ലാവർക്കും വെച്ചു വിളമ്പാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. இந்த வீடு விட்டு போய ஜீவனுள்ள எல்லாரும் திரும்பி வரும். அது கட்டாயம். அந்த மாதிரி നടந்தா இந்த കാക്കാത്തിക്ക് நீங்க ഒരു സംഖ്യ തരണം. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ഈ വീടിന്റെ ശത്രുദോഷമൊക്കെ ഒന്ന് തീർന്നാ മതിയായിരുന്നു. ശത്രു എല്ലാം செத்து പോയിട്ടാമ്മ. നീ ആ പറഞ്ഞത് ശരിയല്ല കാക്കാത്തി. ശത്രുക്കൾ ഇനിയും ജീവിച്ചിരിപ്പുണ്ട്. അവരൊന്നും മരിച്ചിട്ടുമില്ല. ശത്രു മരിച്ചിട്ടില്ലണ്ണാ. அவங்க ഉള്ളിലുള്ള ശത്രു മരിച്ചാച്ച്. അത് ശരിയായിരിക്കാം. ശത്രുവിന്റെ മനസ്സിന്റെ ഉള്ളിലെ ശത്രുത മരിച്ചിരിക്കാം. അല്ല, അതാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ശത്രുപക്ഷത്തുള്ള പലരും ഇപ്പൊ ഇവിടെ തിരിച്ചെത്തിയിട്ടുമുണ്ട്. ആണാ ഒരു വിഷയം ഇருக்கு. ശത്രുവിന് രൂപമാറ്റം വന്നിருக்கு. சில சமயம் நம்ம கண்ணுல படாமே வரான். அது வந்து இந்த காக்காத்தியோட காட்சிக்கும் அப்புறம்தாம்மா. எல்லாம் சரியாയി வரும். நீங்க பிரார்த்தனையை கைவிடாதுங்கோ. பிரார்த்தனை பெரிய பலம் தரும். ഹലോ, അതെ തമ്പിയാ. ആരോ വന്നല്ലോ. സാറ് വന്നു. പറഞ്ഞതിലും നേരത്തെ വന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, ശീലാവതി മുകളിലേക്ക് ചെല്ല്. കുട്ടിമണി ഒരു കാരണവശാലും താഴേക്ക് വരരുത്. ശരി. പിന്നെ വന്നാ തെറിക്കുന്നതേ നിങ്ങളുടെ ജോലിയായിരിക്കില്ല, തൊലയായിരിക്കും. ആദ്യം അമ്മയുടെ ഡയലോഗ് തുടങ്ങട്ടെ, പിന്നെ ഞാൻ. താൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് തുടങ്ങിയതാ എന്റെ ദുർവിധി. എല്ലാം പോയി എനിക്ക്. എന്നിട്ട് ഞാൻ സഹിച്ചു. അതൊന്നും വെറുതെ ആയിരുന്നില്ല. താൻ സമ്പാദിച്ച സ്വത്തിനു വേണ്ടി തന്നെയായിരുന്നു എന്റെ സഹനം. അതെനിക്കറിയാവുന്ന കാര്യമല്ലേ ജലജ. നീ പുതിയത് വല്ലതുണ്ടെങ്കിൽ പറ. ആ, പുതിയ കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അറിയാതെ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ട തെണ്ടി പലിശകളുടെ പേരിൽ എഴുതി വെച്ചു അല്ലേ? ഓ, അപ്പൊ അതാണ് കാര്യം. സ്വത്ത്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പെരുപ്പിച്ചെടുത്ത സ്വത്ത്, അത് ഞാൻ എന്റെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതിലെന്താ തെറ്റ്? തെറ്റാടോ, വലിയ തെറ്റാടോ. ഇത് നിങ്ങളുടെ മോള് തന്നെയാ. ഇവൾ അനുഭവിക്കേണ്ടതാ അതൊക്കെ. എന്റെ വിയർപ്പിന്റെ വില ചേരേണ്ട കയ്യിൽ തന്നെ എത്തിയത് അല്ല, എത്താൻ പോകുന്നത്. ഇപ്പോ ഈ നിമിഷം തന്നെ ഞാൻ കൊന്ന എന്റെ പേരിൽ ഒരു കോടതിയും കേസെടുക്കില്ല. കാരണം മാനസിക രോഗിയാ ഞാൻ. ഭ്രാന്ത് മൂത്ത് കൊന്നാൽ ഒരു കേസുമില്ലടോ. എന്നാ പിന്നെ കൊല്ല്, നിന്ന് തരാൻ ഞാൻ. അകത്ത് പോയി പിച്ചാത്തിയോ വെട്ടുകത്തിയോ തോക്കോ എടുത്തുകൊണ്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. സോറി ഫോർ ദ ഇന്ററപ്ഷൻ മൈ ഡിയർ ഫാദർ. ഇനി താങ്കൾക്ക് ഈ വീട്ടില് നിൽക്കാൻ പറ്റില്ല. ഇവിടെ താങ്കളുടെ റോള് കഴിഞ്ഞു. ഇത്രയും നേരം ഞാൻ അമ്മയുടെ നിങ്ങളുടെ ഡയലോഗടി കേട്ടു നിന്നു. ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലൊക്കെ ഉള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ആയി പോവില്ലേ? പിച്ചാത്തിയോ വെട്ടുകത്തിയോ തോക്കോ ഒക്കെ എടുത്തോണ്ട് വാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നെഞ്ചും വിരിച്ച് നിന്നല്ലോ. അതൊന്നും വേണ്ട. ഈ കൈകൊണ്ട് കൊരവള്ളിക്കൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, വെടഞ്ഞ് ചാവും നിങ്ങൾ.
ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ജന്മം തന്ന ഔദാര്യത്തിലൊന്നും അല്ല. മരിക്കുമ്പോഴും എന്റെ അമ്മ സുമംഗലിയായിട്ട് മരിക്കാൻ വേണ്ടി, ഇവരുടെ താലിയേറ്റു പോവാതിരിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ ഇറങ്ങി പോവാൻ. ഓരോ നിമിഷവും ഓർത്തോണം, ഈ മതികല തന്ന ഭിക്ഷയാണ് ശിഷ്ട ജീവിതമെന്ന്. നിങ്ങളടുത്ത് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ ചിത്രവധം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി അയാൾ ഈ ഗേറ്റ് കടക്കില്ല. എന്തായാലും ഇത് പോരാ, കുറച്ചുകൂടി വലിയ പണി കൊടുക്കണം. അതെങ്ങനെ? ഈ നാട്ടില് കുറേ നിയമങ്ങളും അത് നടപ്പിലാക്കാൻ കോടതിയൊക്കെ ഉണ്ടല്ലോ. നമ്മളെപ്പോലുള്ളവർക്കല്ലേ അതിന് വലിയ വിലയില്ലാതെ ഉള്ളൂ. മിസ്റ്റർ മഹാദേവൻ തമ്പിയെ പോലുള്ള നിഷ്കളങ്കർ നിയമത്തിനിടുന്നതേ വലിയ വിലയാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ പ്ലാനുകളെല്ലാം ഇതുവരെ ഞാൻ വിചാരിച്ചതുപോലെ നടന്നു. ഇനിയും അത് നടക്കണമെങ്കിൽ കുട്ടിമണി എന്റെ കസ്റ്റഡിയിലാണെന്ന് വേറെ ആരും അറിയരുത്. പ്രത്യേകിച്ച് ദീനാനുകമ്പയിൽ PhD എടുത്ത മഹാദേവൻ തമ്പി. അയാൾ ഇനി ഇങ്ങോട്ട് കയറാതിരിക്കാൻ നമുക്ക് നിയമത്തിന്റെ വഴി തന്നെ സ്വീകരിക്കാം. അമ്മ ജയസേനൻ അങ്കിളിനെ ഒന്നുകൂടി വിളിക്ക്. അഡ്വക്കേറ്റ് വീരമണിയുടെ സേവനം നമുക്ക് ഒന്നുകൂടി വേണമെന്ന് പറ. വിളിക്കമ്മ. ഹലോ, മതികലയാണേ. ഈ പാവത്തിനെ മറന്നോ? എങ്ങനെ മറക്കും? ഞാൻ എന്റെ ലീഗൽ ലൈഫിൽ കണ്ട ഏറ്റവും വെറൈറ്റി കേസല്ലേ തൻ്റെത്. ഓ പിന്നെ അത് വക്കീൽ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അല്ല കുട്ടി, ഞാൻ കണ്ട എല്ലാ കേസുകളിലും എന്റെ കക്ഷികൾ പല കാര്യങ്ങളും മറച്ചു വെക്കും. പക്ഷെ താനത് ചെയ്തില്ല. ഉള്ള കാര്യങ്ങൾ നേരെ ഇങ്ങ് പറഞ്ഞു. അതുകൊണ്ടെന്താ, ഈസി ആയിട്ട് ജാമ്യം കിട്ടി. അതാ ഞാൻ പറഞ്ഞത് വെറൈറ്റി എന്ന്. ഓക്കെ ഓക്കെ. പിന്നെ ജേസനെ വിളിച്ചില്ലേ? വിളിച്ചു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും സത്യം എന്താണെന്ന് താൻ തന്നെ പറ. അതാ എനിക്ക് വിശ്വാസം. ഓ, കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള വീടാണ് ഈ മാണിക്യമംഗലം. അച്ഛനെന്ന് പറയുന്ന കക്ഷി തൽക്കാലം ഈ വീട്ടിലേക്ക് കയറരുത്. എനിക്ക് അത്രേ വേണ്ടൂ. ഇത്രയുള്ള കാര്യം അത് നമുക്ക് ശരിയാക്കാം. ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കണം. അച്ഛൻ എന്നെ എന്റെ അമ്മയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഒരു ചോദ്യം വരും, എന്താ അച്ഛന്റെ കുഴപ്പമെന്ന്. അത് നമ്മൾ ഹർജിയിൽ വ്യക്തമാക്കണം. ശരി, വക്കീല് പറ, നമ്മൾ എന്താ വ്യക്തമാക്കേണ്ടത്? അത് താൻ തന്നെ തീരുമാനിച്ചാൽ മതി. മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വെക്കുന്നത് മുതൽ അച്ഛൻ മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് വരെ എന്തും ആകാം. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. എന്നാലും പീഡനം വേണ്ട. ജയസേനന്റെ ഫാമിലിയിൽ അങ്ങനൊന്നും ഉണ്ടെന്ന് നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാ. അതെ അതെ, ശരിയാ. ഹർജിയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ അമ്മയുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാം. എനിക്കൊന്നേ വേണ്ടൂ, അയാൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. അത് ഞാൻ ഏറ്റു. ഒരു കോർട്ട് ഓർഡർ വാങ്ങിച്ച് ഞാനും കൈ തരും. പോരെ? മതി മതി, അത് മതി. ആ കോടതി വിധിയുടെ മറവിൽ ബാക്കി കളി ഞാൻ കളിച്ചോളാം. അല്ല, എന്തിനാ കുട്ടിമണി നീ ആ പൂതനയെ പേടിക്കുന്നത്? അവള് പൂതനയാണെങ്കിൽ നീ താടകയാവണം. അങ്ങനല്ലേ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. ആണോ? ആ, എന്റെ അടുത്ത് ആ തള്ളയുടെയും മോളുടെയും ഒരിടപാടും നടക്കത്തില്ല. അവൾ അമ്മയ്ക്ക് വിളിച്ചാൽ ഞാൻ അവളുടെ അമ്മമ്മയ്ക്ക് വിളിക്കും. അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുമോളെ? ഞാനിനി അമ്മമ്മയ്ക്ക് വിളിച്ചാലോ? ആ വേണം. അവളുടെ അമ്മമ്മയ്ക്ക് മാത്രമല്ല
സകല കുടുംബക്കാരെയും ചേർത്ത് വിളിക്കണം. അപ്പൊ തീരും അവളുടെ അഹങ്കാരം. കുട്ടിമണി, നീ ഇതൊക്കെ കേട്ട് അവരോട് വഴക്കിന് നിൽക്കല്ലേ. ഇവരെ വെറുതെ പുളുപടിക്കുന്നതാ. അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഈ ശീലാവതിയുടെ മുട്ട് കിടന്ന് വിറയ്ക്കും. എന്റെയോ നല്ല കഥയായി. ധൈര്യത്തിന്റെ കാര്യത്തിൽ ഞാൻ ആരാ മോളെന്നറിയാമോ? എന്നിട്ടാണോ ആ രാക്ഷസി അടിച്ചിട്ട് തിരിച്ചടിക്കാത്ത? അങ്ങനെ ചോദിക്കും കുട്ടിമണി. ഇവർക്കേ രണ്ടുപേരെയും പേടിയാ, അതാ സത്യം. പേടിയാണെന്ന് ആരാ പറഞ്ഞത്? എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരിച്ചും പണി കൊടുക്കുന്നുണ്ട്. അടിച്ചാൽ ഒരുപക്ഷെ ഈ ശീലാവതിക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ലെന്ന് വരും. ശീലാവതിയുടെ മനസ്സിലെ പ്രതികാരം വേറെ മാർഗത്തിലാ. ശീലാവതിയുടെ പ്രതികാരവും ഈ മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അതുപോലെ വല്ലതാണോ? അതൊക്കും മേലെ. അല്ല, എങ്ങനെയാ ഈ ശീലാവതിയുടെ പ്രതികാരം? ഒരടിക്ക് ഒരു തുപ്പ്, അതാ എന്റെ രീതി. തുപ്പാനോ? അതെ, അവരെന്നെ തല്ലിയ മോനെ രാഹുല, അവർക്കടുത്ത പ്രാവശ്യം ചായ കൊടുക്കുമ്പോ ഞാൻ അതിനകത്ത് തുപ്പി വച്ചിട്ടേ കൊടുക്കും. എന്റെ തുപ്പല അവരുടെ തടി. കുട്ടിമണി, ഇതൊക്കെ മോശമാ. ഇത്തരം ശീലങ്ങളൊന്നും നീ പഠിക്കണ്ട. വേണ്ട. പക്ഷേ ഈ ശീലാവതി ചേച്ചി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. നിന്റെ ഈ പേടി മാറ്റണം. ഒരു സ്വപ്നം കണ്ടു എന്ന് കരുതി നീ എന്തിനാ അവരിങ്ങനെ പേടിക്കുന്നേ? അല്ല, എങ്ങനെ പേടി മാറ്റാ? അതോ, എന്താ കണ്ടോണം. ഓം ഗ്രീൻ കുട്ടിമണിയുടെ പേടി പോട്ടെ, ഓം ഗ്രീൻ കുട്ടിമണിയുടെ പേടി പോട്ടെ. പോട്ടെ. പേടി മുഴുവൻ ഞാൻ എടുത്തു കളഞ്ഞു. ഇപ്പം പോയില്ലേ? പോയോ? എല്ലാം പോയി മോളെ. വാ, നമുക്കിപ്പൊ തന്നെ പോയി അവരോട് 4 വർത്താനം പറഞ്ഞിട്ട് പോരാം. അതൊന്നും വേണ്ട. ആവശ്യമില്ലാതെ ആരോടും വഴക്കിനൊന്നും പോണ്ട. വേണ്ട വേണ്ട വേണ്ട. രാഹുലൻ പറഞ്ഞാ ഞാൻ വഴക്കുണ്ടാക്കത്തില്ല. എന്നാ പിന്നെ ഞാനിങ്ങ് പോവാം. ചെറുക്കനെല്ലാം കുളമാക്കി. ചാച്ചി, എന്തോ ഉദ്ദേശം നടക്കാത്തതിനെ എനിക്കുള്ള ചായയില് പണി തരല്ലേ? ഒന്ന് പോടാ ചെറുക്ക. ലെസ്ലി സാഹിബ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വി ഷുഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് വാസ്. അതായത് നടന്നത് എന്തായാലും നമ്മൾ അതിനെ അതേപടി സ്വീകരിക്കണം. സ്വീകരിച്ചേ പറ്റൂ. പറയാൻ എളുപ്പ, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മനസ്സുജമ്പാക്കി ജാമ്യം കിട്ടിയില്ലല്ലോ. അത് വലിയ സങ്കടം തന്നെ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിങ്ങൾ ശ്രമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി സംസാരിച്ചു. ഒരു വക്കീലിനെ വെച്ച് വാദിച്ചു. എന്നിട്ടും കോടതി മനസ്സിജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനിയിപ്പോ ആ 14 ദിവസം തീരാൻ കാത്തിരിക്കുക. അതാണ് അക്സെപ്റ്റിംഗ് ദ സിറ്റുവേഷൻ. 14 ദിവസം, അതായത് 2 ആഴ്ച കഴിഞ്ഞേ ഇനി മനസ്സിജന് മോചനമുള്ളൂ. ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടേ പറ്റൂ. അത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാലെങ്കിലും മനസ്സിജൻ പുറത്തു വരണം. ഇനിയുള്ള ശ്രമം അതിനുവേണ്ടിയാവണം. അതിന് വേണ്ടതൊക്കെ ചെയ്യാം. അതെന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് തന്നെ. അവര് സമ്മതിക്കില്ല. നിങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ടാ. കട്ടക്കലിപ്പിലെ ആശുപത്രിക്കാർ. ആ കട്ടക്കലിപ്പ് മാറ്റിയെടുക്കാൻ നമുക്ക് 2 ആഴ്ച സമയമുണ്ട്. അത് മറക്കരുത്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എന്നാലും മനസ്സിജനെ സ്നേഹിക്കുന്ന എല്ലാരും കൂടി വിചാരിച്ചാൽ നടക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്. അത്ഭുതങ്ങൾ നടന്നാലോ? പറഞ്ഞത് ശരിയാ. ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നതാ പ്രശ്നം. മഹാദേവൻ തമ്പി സാറിനെയും മനസ്സിജമ്പായിന്റെ ഫാമിലിനെയും ഒക്കെ ഇടപെടുത്തി നോക്കാം അല്ലേ? ആരൊക്കെ ഇടപെടണം, ആരൊക്കെ ഇടപെടണ്ടെന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് അപ് ടു യു. പരിശ്രമിക്കുക. പരിശ്രമിച്ചാൽ എന്തും നമുക്ക് കിട്ടും. എന്തും പരിശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ബായി ബായി എന്ന് വിളിച്ച് നടക്കണം? അപ്പൊ പിന്നെ കാണാം. 24 മണിക്കൂറിൽ ഇപ്പൊ കുഞ്ഞുമണിക്ക് അമ്മയുടെ പാല് വേണോന്നായി. പാവത്തിന് തികയുന്നില്ല. അതിനെന്താ അപ്പച്ചമ്മേ കുഴപ്പം? ഞാനിവളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ.
നീ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാ പ്രശ്നം. അമ്മിഞ്ഞപ്പാല് ശീലിച്ചത് കൊണ്ട് കള്ളിക്ക് ഇപ്പൊ കുപ്പിപ്പാല് വേണ്ട. ഓ, നീ ഇവിടെ ഇല്ലെങ്കിൽ കീറ്റലോട് കീറ്റല. ഈ അപ്പച്ചി അമ്മുമ്മയെ കഷ്ടപ്പെടുത്തുള്ളു. അതെ, കുഞ്ഞുങ്ങളായ അങ്ങനെയാ. അമ്മുമ്മയാവുന്നതേ അത്ര എളുപ്പമൊന്നും അല്ലാന്നിപ്പോ മനസ്സിലായല്ലോ. മനസ്സിലായേ? എന്റെ കുഞ്ഞുമണി തരുന്ന കഷ്ടപ്പാടെല്ലാം ഞാൻ സഹിച്ചോളാം. പക്ഷെ അവളും സഹിക്കുന്നുണ്ടോന്നാ എന്റെ സംശയം. ഇവളെന്ത് സഹിക്കുന്നു അപ്പച്ചമ്മ പറയുന്നത്? ഈ കള്ളിപ്പെണ്ണിപ്പം ഇടയ്ക്കിടയ്ക്ക് ഉഫ് ഉഫ് എന്ന് പറയുന്നത് നീ ശ്രദ്ധിച്ചോ? ആ, അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? അവൾ ഉപ്പ് ചോദിക്കുന്നതാ. എന്ന് വെച്ചാ അവക്ക് പാല് മാത്രം പോരാ, ചോറും വേണോന്ന്. ചോറോ? ഈ പ്രായത്തില് ചോറൊന്നും കൊടുത്താ ദഹിക്കൂല അപ്പച്ചമ്മേ. ഓ പിന്നെ, അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. ഞാനേ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കൂടിയായിരുന്നു. എനിക്കറിയാം ഏത് സ്റ്റേജിലാ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചു തുടങ്ങുന്നതെന്ന്. കുഞ്ഞുമണിക്ക് ചോറ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതേ അവളെ സദ്യ കൂട്ടിക്കുന്ന കാര്യമല്ല, നാട്ടുകാർക്ക് സദ്യ കൊടുക്കുന്ന കാര്യോ. എന്ന് വച്ചാ കുഞ്ഞിന്റെ ചോറൂണ്. നമുക്കതൊരു ആചാരമല്ലേ മോളെ? അതിന് സമയമായെന്ന് കുഞ്ഞുമണി നമ്മോട് പറയുന്ന ശബ്ദമാ ഉഫു ഉഫു എന്ന്. അപ്പോ ഇവൾ അത്രയൊക്കെ ആയല്ലേ അപ്പച്ചമ്മ? പിന്നെ ബാലനും മനസ്ജനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുറ്റത്തൊരു പന്തലുയർന്നേനെ. ആളും ബഹളവും ആരവവും ഒക്കെ ആയി ഒരു വലിയ ആഘോഷമായേനെ. നമ്മുടെ കുഞ്ഞിനെ എല്ലാരും അനുഗ്രഹിക്കുമ്പം കുഞ്ഞിന്റെ അച്ഛൻ അവക്ക് ചോറ് കൊടുത്തേനെ. ഇനി അതൊന്നും നടക്കില്ല. മനസ്സിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ബാലനാണെങ്കിൽ ആശുപത്രിയിൽ. എന്ന് വെച്ച് കുഞ്ഞിന് ചോറ് കൊടുക്കാതിരിക്കാൻ പറ്റൂ? പറ്റില്ല. ഉടനെ കൊടുത്തേ പറ്റൂ. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമുക്ക് ആ ചടങ്ങ് നടത്താം, ഉടനെ തന്നെ. ഉടനെ എങ്ങനെയാ നടത്തുക അപ്പച്ചമ്മേ? ബാലേട്ടൻ വേണ്ടേ മടിയിലിരുത്തി ചോറ് കൊടുക്കാൻ? ബാലൻ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് നടത്താനിരുന്ന ഇനിയും താമസിക്കില്ലേ മോളെ? നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പച്ചിയപ്പം കുഞ്ഞിന് ചോറ് കൊടുക്കട്ടെ. സ്വന്തമായിട്ട് ഒരെണ്ണത്തിന് ചോറ് കൊടുക്കാൻ അങ്ങേരൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് വേണ്ട അപ്പച്ചമ്മ. ബാലേട്ടൻ വന്നിട്ട് നടത്തിയാൽ മതി ആ ചടങ്ങ്. എന്റെ കുഞ്ഞ് ആദ്യത്തെ ചോറ് കഴിക്കുന്നത് അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം. ബാലേട്ടൻ അതിനുള്ള ആരോഗ്യം എന്നുണ്ടാവുന്നു അന്ന് മതി ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോറൂണ്. അതുവരെ അവളുടെ വിശപ്പെടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം.